ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പണ്ട് മഴതോരും മുൻപേ വായിച്ചിട്ടിട്ട് എൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ് നിങ്ങളെല്ലാം എന്ന് എനിക്കറിയാം. അപ്പോൾ മഴതോരും മുൻപേ ആയിട്ട് സെക്കൻഡ് പാർട്ട് കൊണ്ടുവരണം, അത് വായിച്ചിടണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. കാരണം എല്ലാവർക്കും അറിയാലോ, നമുക്ക് പബ്ലിക്കേഷൻസ് നിന്ന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ വായിച്ചിട്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ പോവാനുള്ള സാധ്യതയുണ്ട്, നമ്മളുടെ പുറത്ത് നിയമപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ആ ഒരു സംരംഭം ഒഴിവാക്കി. പക്ഷേ നമ്മളിപ്പോൾ സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ മഴതോരും മുൻപേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊരു ഏകദേശ ഐഡിയ എനിക്കുണ്ട്. ഞാൻ മുൻപേ മഴതോരും മുൻപേ വായിച്ചിട്ടുണ്ട്, ആ ഒരു ഐഡിയ ഉണ്ട്. അപ്പം എൻ്റെ കഥ പറച്ചിൽ ഇഷ്ടമാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, മഴതോരും മുൻപേ ഇനി എന്താണ് സംഭവിക്കുക, ബാലചന്ദ്ര മേനോൻ സ്റ്റാലിൻ്റെ വീട്ടിൽ അലീനയെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പോൾ എൻ്റെ കഥ പറച്ചിൽ ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ കൂടെ കൂടുക, എൻ്റെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഏകദേശം സീരിയലിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നോവലിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളത് കോർത്തിണക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാലചന്ദ്ര മേനോൻ എങ്ങനെയാണ് അലീനയെ സ്റ്റാലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്തായിരിക്കും, അതുപോലെ തന്നെ അലീന അവിടെ പോയിട്ട് എങ്ങനെയായിരിക്കും ആ സാഹചര്യങ്ങളോടൊക്കെ ഒന്ന് ഇണങ്ങി ജീവിക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രമാത്രം നിങ്ങളെ സപ്പോർട്ട് ഉണ്ട് എന്ന് നോക്കിയിട്ട് അടുത്ത ഭാഗങ്ങളായിട്ട് ഞാൻ ഇടാട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. എല്ലാവർക്കും എൻ്റെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ഓൾ. താങ്ക് യു ഫോർ യുവർ ഹ്യൂജ് സപ്പോർട്ട്. അങ്ങനെ കാറിൽ ബാലചന്ദ്ര മേനോനും അലീനയും കൂടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ കുലുക്കത്തോടെയൊക്കെ ഇങ്ങനെ കാറ് മുന്നോട്ട് പോവാണ്. അപ്പം പിന്നെ കാറിലിരുന്നിട്ട് അലീന ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ടൗൺ ആണ് അവൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഊണ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു ബാലേന്ദ്ര മേനോൻ. അപ്പോൾ എന്നിട്ട് അപ്പോൾ ആ ഊണ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇറങ്ങി. പിന്നെ കാറ് ഹോട്ടലിന് മുമ്പിലാണ് കേട്ടോ പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൂടെ ഹോട്ടലിൽ റൂമിൽ കയറി ഊണെല്ലാം കഴിച്ച് ഇങ്ങനെ അലീന ഇങ്ങനെ ബാലചന്ദ്ര മേനോൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളൊരു ഐഡിയ അലീനയ്ക്കില്ല. അപ്പോൾ അലീന പറയാണ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ വേഗം കാറിങ്ങനെ ഓടിച്ചോണ്ട് തന്നെ ബാലേന്ദ്ര പറഞ്ഞു, ഞാൻ പറയാന്നേ, നീ കുറച്ച് ക്ഷമിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുന്നും മലയടിവാരവും റബ്ബർ തോട്ടവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് ഇങ്ങനെ ഇവർ രണ്ടും കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു, നമ്മൾ കുളത്തപ്പുഴയ്ക്ക് തന്നെയല്ലേ പോകുന്നതെന്ന് ചോദിച്ചു കേട്ടോ അലീന ബാലേന്ദ്രനോട്. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മളൊരു ലാലിച്ചൻ എന്ന് പറയുന്ന ഒരു പ്ലാന്ററെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് അലീനയെ നോക്കിയിട്ട് പറഞ്ഞു, അതേ, നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കാറ് വെട്ടിത്തിരിഞ്ഞിങ്ങനെ ഒരു ബസ് അവരെ ഇങ്ങനെ ഇടിക്കാൻ വന്നു. പെട്ടെന്ന് ഈ ബ്രേക്കിൽ കാലമർത്തി ബാലചന്ദ്ര മേനോൻ. അത് ആ ചോദ്യം, ലാലിച്ചൻ എന്ന് പറഞ്ഞ പ്ലാന്ററിലെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നതെന്നുള്ള ചോദ്യം പെട്ടെന്ന് ബാലചന്ദ്ര മേനോൻ ഒരു ഷോക്കായിട്ടാണ്. ബസ് ഇങ്ങനെ വന്ന അയാൾ കണ്ടില്ല, പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് ബ്രേക്ക് അമർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ കുറേ അങ്ങനെ എത്തി ഒരു കലിങ്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഈ ബാലചന്ദ്രൻ മേനോൻ പിന്നെ വെള്ളം ഇങ്ങനെ കുടിക്കുന്ന അലീന ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ്. അപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നിട്ടിങ്ങനെ അപ്പം അലീന കാറിൽ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അലീന ഇങ്ങനെ കൈ കാട്ടി വിളിച്ചു കേട്ടോ. അപ്പം എന്നിട്ട് ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ 2 കവിള് വെള്ളം കുടിച്ചിട്ട് അവൾ കുപ്പി വാങ്ങി 2 കവിള് വെള്ളം കുടിച്ചിട്ട് അവളും ആ കുപ്പി അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബാലചന്ദ്ര മേനോൻ ഇങ്ങനെ എന്താ പറയേണ്ടതെന്നുള്ള ആലോചനയിൽ ഇങ്ങനെ വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുകയാണ് ബാലചന്ദ്ര മേനോൻ, അച്ഛൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്, കുറേ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്ര മേനോൻ, നിന്നോട് എങ്ങനെയാ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുണ്ട്, പക്ഷെ എങ്ങനെയാ നിന്നോട് പറഞ്ഞു തുടങ്ങണ്ടേന്ന് എനിക്കറിയില്ല, പിടിയും കിട്ടുന്നില്ല എന്ന് പറയാണ് ബാലചന്ദ്ര മേനോൻ അലീനയോട്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ആശ്ചര്യത്തോടെ അലീന ഇങ്ങനെ ബാലചന്ദ്ര മേനോനെ നോക്കിയിട്ട് പറഞ്ഞു, ആ പ്ലാന്റർ ലാലിച്ചൻ്റെ കാര്യമാണോ അച്ഛാ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പം അതേ എന്ന് പറഞ്ഞു ബാലചന്ദ്ര മേനോൻ. അപ്പം അലീന ചോദിക്കാണ്, അവിടെ ആരൊക്കെ ഉണ്ട് അച്ഛാ, എനിക്ക് എന്താ അവിടെ ജോലി? അച്ഛൻ പറഞ്ഞു, അവിടെ വീട്ടുപണി ഒന്നുമില്ല, നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, അവിടെ വേറെയും ജോലിക്കാരുണ്ടെന്ന്. അപ്പം ശരിക്കും എനിക്ക് എന്തായിരിക്കും അവിടെ ജോലി? അപ്പോൾ പറഞ്ഞു,
അതെന്നോട് അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയാണ്, ഈ സ്റ്റാൻലി ജോസഫ് ആക്ച്വലി ഒരു പട്ടാളക്കാരനായിരുന്നു. അവിടെ എന്നിട്ട് കേണലായിട്ടാണ് അദ്ദേഹം റിട്ടയർഡ് ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, ഇത്രയാണോ ഉള്ളൂ, ഇത് പറയാനാണോ അച്ഛൻ ഇത്രയും ടെൻഷൻ? അതിന് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു സൈനികനായിരുന്നു, ഒരു ആർമി ഓഫീസറായിരുന്നു, കേണലായിട്ട് റിട്ടയർഡ് ചെയ്തു, ഇത് പറയാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? നളിനി ഇങ്ങനെ കളിയാക്കിയ ഭാവത്തിൽ ബാലചന്ദ്ര മേനോനോട് ചോദിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞല്ല, എനിക്ക് നിന്നോട് പറയാനുള്ളത് വേറെന്നൊരു കഥയാ, ഇതല്ല എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഒരു സൈനികനായിരുന്നു, റിട്ടയർഡായി എന്ന് പറയാൻ ഇത്രമാത്രം ഒന്നുമില്ലല്ലോ. എനിക്ക് വേറൊരു കഥയാണ് നിന്നോട് പറയാനുള്ളത്. ശരിക്കും സ്റ്റാൻലി ആഗ്ര കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി. അവർ കുറച്ച് നാൾ നന്നായി സ്നേഹിച്ചു, ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ അവൾ ഗർഭിണിയായപ്പോൾ ഇവർ ഈ ലാലിച്ചൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തെ ആ പെണ്ണിനെ അവിടുന്ന് മാറ്റി. പിന്നെ അവർ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അയാൾക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. നാട്ടിലേക്ക് പോയിട്ട് അവിടെ പിന്നെ അവിടുന്ന് പിന്നെ തിരിച്ചു വരാൻ വേണ്ടി പറ്റിയില്ല. അപ്പത്തേന് ഗർഭിണിയായ പെണ്ണിനെ അവളുടെ വീട്ടുകാർ വന്നു കൊണ്ടുപോയി. എന്നിട്ട് അവൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ചൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ട് അതിനെ ഓർഫനേജിലേക്ക് കൈമാറി. ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ ടെൻഷനൊക്കെ പിടിച്ച് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അലീന ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്, എന്താ അച്ഛൻ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അവൾക്ക് ശരിക്കും ശ്വാസം പോലും കിട്ടുന്നില്ലേ. അപ്പം ശരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ബാലചന്ദ്ര മേനോൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഇരു കൈകൾ ഇങ്ങനെ മുണ്ടൊക്കെ ശരിയാക്കുന്നുണ്ട്, ഷർട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭാവം ഉണ്ടല്ലോ, ഇങ്ങനെ കോളറൊക്കെ പൊന്തിച്ച് അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഇയാൾ കഥ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവള് പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഈ ലാലിച്ചൻ എന്ന് പറയുന്ന ആളും വേറെ വിവാഹം കഴിച്ചു. പിന്നെ ഈ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടീനെ, അതായത് വൈജയന്തി പ്രസവിച്ച കുട്ടീനെ ഒരു ഓർഫനേജിൽ, കഴക്കൂട്ടത്തിലുള്ള ഒരു ഓർഫനേജിനാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു വന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, നമ്മൾ പോകാൻ പോകുന്ന ഈ പ്ലാന്റർ ആയിട്ടുള്ള ഈ ലാലിച്ചൻ എന്ന് പറയുന്ന ആളുടെ മോളാണ് നീ എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാണ്. ശരിക്കും അലീനയ്ക്ക് ചലനം ഇല്ല കേട്ടോ. എന്താ പറയേണ്ടത് എന്നുള്ള ഒരു ഐഡിയ അവൾക്കില്ല. എല്ലാം ഇങ്ങനെ സ്തംഭിച്ചു പോയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര ോടെ ഇങ്ങനെ നിൽക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഇനി നമ്മൾ ഇനിയും കഴക്കൂട്ടത്തേക്ക് പോകുന്ന വഴിക്കുള്ള ചില എപ്പിസോഡ്സ് ഒക്കെ വരാനുണ്ട്. അപ്പം നിങ്ങൾ കാത്തിരുന്ന് കാണുക. എൻ്റെ ഈ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വേണമെന്ന് പറയാം കേട്ടോ. ശരി, അപ്പോൾ താങ്ക് യു. ഇത് ഞാൻ എന്താവും അറിയാത്തതുകൊണ്ടാണ് കുറച്ച് സമയമുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം കൂടുതലായിട്ട് ഞാൻ എന്തായിട്ടും കൂടുതൽ എപ്പിസോഡ്സ് കുറേ ടൈം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.